Hello dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെം AEC2 BCom ഹിന്ദിയെ പറ്റിയാണ്. അതായത് BCom ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന AEC2 ഹിന്ദിയെ പറ്റി. ഈ വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് ആയി സംവിധാൻ എന്ന ഭാഗത്തെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എൻഹാൻസ്മെന്റ് എന്ന ഫസ്റ്റ് മൊഡ്യൂളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അതെന്താണെന്ന് വായിച്ചു നോക്കാം. इस खंड में उल्लिखित पाठ का उद्देश्य विद्यार्थियों को हिंदी भाषा के विविध प्रयोगों से अवगत कराना है. औपचारिक एवं अनौपचारिक वातावरण या कार्यस्थलों में किस तरह भाषा प्रयोगों में परिवर्तन होता है, इसका उदाहरण यहाँ प्रस्तुत किया गया है. अध्यापकों से यह अनुरोध है कि वे विद्यार्थियों को पाठ्य पुस्तक में निर्देशित YouTube वीडियो से संबंधित विषय वस्तु की भूमिका एवं अन्य जानकारियां प्रदान करें. उसके बाद വീഡിയോ ദിക്കായെ या देखने के लिए പ്രേരിത് करें. ഈ മൊഡ്യൂളിൽ പരാമർശിച്ചിരിക്കുന്ന പാഠത്തിന്റെ ഉദ്ദേശം വിദ്യാർത്ഥികളെ ഹിന്ദി ഭാഷയുടെ വിവിധ ഉപയോഗങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നതാണ്. ഔദ്യോഗികവും അനൌദ്യോഗികവുമായ അന്തരീക്ഷത്തിലോ ജോലി സ്ഥലങ്ങളിലോ എങ്ങനെയാണ് ഭാഷാ പ്രയോഗം മാറുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പാഠപുസ്തകത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പശ്ചാത്തലവും മറ്റ് വിവരങ്ങളും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീഡിയോ കാണിക്കുകയോ കാണാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യണം. वीडियो देखने के बाद कक्षा में प्रस्तुत विषय पर चर्चा या वाद विवाद करने का मौका प्रदान करें. साथ ही विद्यार्थियों से शब्दकोश तैयार करने का निर्देश दें. इसमें विद्यार्थी उन सभी शब्दों को लिखना है जिससे वह परिचित है और नहीं भी. शब्दों के चयन के बाद उन शब्दों का हिंदी, अंग्रेजी और मातृभाषा में प्राप्त अर्थ और समानार्थी शब्दों को लिखने के लिए प्रेरित करें. അതായത് വീഡിയോ കണ്ടതിന് ശേഷം ക്ലാസ്സിൽ ചർച്ച ചെയ്യാനോ സംവാദം നടത്താനോ ഉള്ള അവസരം നൽകണം. കൂടാതെ വിദ്യാർത്ഥികളോട് ഒരു ശബ്ദകോശം തയ്യാറാക്കാൻ നിർദ്ദേശിക്കണം. തങ്ങൾക്ക് പരിചിതമായതും അല്ലാത്തതുമായ എല്ലാ വാക്കുകളും വിദ്യാർത്ഥികൾ ഇതിൽ എഴുതണം. വാക്കുകൾ തിരഞ്ഞെടുത്ത ശേഷം ആ വാക്കുകൾക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, മാതൃഭാഷ എന്നിവയിലുള്ള അർത്ഥങ്ങളും സമാന പദങ്ങളും എഴുതാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്യാൻ. സംഘ് കി രാജ്ഭാഷ എന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. സംഘ് കി രാജ്ഭാഷ എന്നാൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യൂണിയൻ എന്നതാണ് അർത്ഥം. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഔദ്യോഗിക ഭാഷ എന്നതാണ്. സംവിധാൻ ഭാഗ് 7. संविधान द मेकिंग ऑफ द कॉन्स्टिट्यूशन ऑफ इंडिया श्याम बेनेगल द्वारा निर्देशित भारत के संविधान के निर्माण पर आधारित एक 10 भाग की टेलीविजन मिनी श्रृंखला है. इस शो का प्रीमियर 2 मार्च 2014 को राज्यसभा टीवी पर हुआ, जिसमें हर रविवार सुबह एक एपिसोड प्रसारित होने वाला था. श्रृंखला को राज्यसभा टीवी के चैनल पर യൂട്യൂബ് पर देखा जा सकता है. അതായത് സംവിധാൻ ഭാഗ് 7 ദ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തെ അടിസ്ഥാനമാക്കിയുള്ള 10 ഭാഗങ്ങളുള്ള ഒരു ടെലിവിഷൻ മിനി സീരീസ് ആണ്. ഈ ഷോയുടെ പ്രീമിയർ 2014 മാർച്ച് 2 രാജ്യസഭാ ടിവിയിൽ സംപ്രേഷണം ചെയ്തു. എല്ലാ ഞായറാഴ്ചയും രാവിലെ ഓരോ എപ്പിസോഡ് വീതം സംപ്രേഷണം ചെയ്യാനാണ് ഇത് തീരുമാനിച്ചിരുന്നത്. ഈ പരമ്പര അതായത് ഈ സീരീസ് രാജ്യസഭാ ടിവിയുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ സാധിക്കും. भारत का संविधान भारत का सर्वोच्च विधान है जो संविधान सभा द्वारा 26 नवंबर 1949 को पारित हुआ तथा 26 जनवरी 1950 से प्रभावी हुआ. 26 नवंबर को भारत के संविधान दिवस के रूप में घोषित किया गया है, जबकि 26 जनवरी का दिन भारत में गणतंत्र दिवस के रूप में मनाया जाता है. അതായത് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമമാണ്. ഇത് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കുകയും 1950 ജനുവരി 26 മുതൽ നിലവിൽ വരികയും ചെയ്തു. നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഭാരത് के संविधान का मूल आधार भारत सरकार अधिनियम 1935 को माना जाता है. भारत का संविधान विश्व के किसी भी लोकतांत्रिक देश का सबसे लंबा लिखित संविधान है.
അതായത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന അടിസ്ഥാനമായി കണക്കാക്കുന്നത്. ലോകത്തിലെ ഏത് ജനാധിപത്യ രാജ്യത്തെയും അപേക്ഷിച്ച് ഏറ്റവും നീളമേറിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. भारतीय संविधान सभा के लिए जुलाई 1946 में निर्वाचित हुए और इसकी पहली बैठक दिसंबर 1946 को हुई थी. इसके तत्काल बाद देश और संविधान सभा दो भागों भारत और पाकिस्तान में बांट गई थी. भारतीय संविधान लिखने वाली सभा में 299 सदस्य थे, जिसके अध्यक्ष डॉक्टर राजेंद्र प्रसाद थे. इसे पूर्ण रूप से तैयार करने में 2 वर्ष 11 माह और 18 दिन का समय लगा था. ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 1946 ജൂലൈയിലാണ് നടക്കുന്നത്. അതിന്റെ ആദ്യ യോഗം 1946 ഡിസംബറിൽ ചേർന്നു. തൊട്ടു പിന്നാലെ രാജ്യവും ഭരണഘടനാ സഭയും ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടന എഴുതിയ സഭയിൽ 299 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ഇത് പൂർണ്ണമായി തയ്യാറാക്കാൻ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു എന്നാണ് പറയുന്നത്. വർത്തമാൻ സമയ में भी संविधान में केवल 470 अनुच्छेद है तथा 12 अनुसूचियां हैं और ये 25 भागों में विभाजित है. इसके निर्माण के समय मूल संविधान में 395 अनुच्छेद थे, जो 22 भागों में विभाजित थे और इसमें केवल 8 अनुसूचियां थी. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ ഭരണഘടനയിൽ 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും ഉണ്ട്. അവ 25 ഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നിർമ്മിച്ച സമയത്ത് യഥാർത്ഥ ഭരണഘടനയിൽ 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. അവ 22 ഭാഗങ്ങളായി തിരിച്ചിരുന്നതോടൊപ്പം വെറും 8 പട്ടികകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. संविधान सभा के सदस्य भारत के राज्यों की सभाओं से निर्वाचित सदस्यों के द्वारा चुने गए थे. जवाहरलाल नेहरू, डॉक्टर राजेंद्र प्रसाद, सरदार वल्लभ भाई पटेल, श्याम प्रसाद मुखर्जी, अबुल कलाम आजाद आदि इस सभा के प्रमुख सदस्य थे. अनुसूचित वर्ग से 3 से अधिक सदस्य इस सभा में शामिल थे. ഇന്ത്യയിൽ സംസ്ഥാന നിയമസഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വഴിയാണ് ഭരണഘടനാ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ശ്യാം പ്രസാദ് മുഖർജി, അബുൽ കലാം ആസാദ് തുടങ്ങിയവർ ഈ സഭയിലെ പ്രമുഖ അംഗങ്ങളായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 3-ൽ കൂടുതൽ അംഗങ്ങൾ ഈ സഭയിൽ ഉൾപ്പെട്ടിരുന്നു. सच्चिदानंद सिन्हा इस सभा के प्रथम सभापति नियुक्त किए गए थे, किंतु उनकी मृत्यु हो जाने के बाद डॉक्टर राजेंद्र प्रसाद को सभापति निर्वाचित किया गया. डॉक्टर भीमराव अंबेडकर को संविधान निर्माण करने वाली समिति का अध्यक्ष चुना गया था. संविधान सभा ने 2 वर्ष 11 माह 18 दिन में कुल 166 दिन बैठक की. सभा की बैठकों में प्रेस और जनता को भी स्वतंत्रता से भाग लेने की छूट प्राप्त थी. സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഈ സഭയുടെ ആദ്യ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി ഡോക്ടർ BR അംബേദ്കറിനെയാണ് തിരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭ 2 വർഷവും 11 മാസവും 18 ദിവസത്തിനുള്ളിൽ ആകെ 166 ദിവസങ്ങൾ യോഗം ചേർന്നു. സഭയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പ്രസിനും പൊതുജനങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇനി മസൗദ സമിതി അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. अगस्त 1947 में संविधान का मसौदा तैयार करने की जिम्मेदारी के साथ गठित यह सबसे महत्वपूर्ण समिति, इसके 7 सदस्य थे. इसके अध्यक्ष डॉक्टर BR अम्बेडकर थे. मसौदा समिति के शेष सदस्य KM मुंशी, गोपाल स्वामी अयंगर, अल्लादी कृष्ण स्वामी अय्यर, सैयद मोहम्मद सादुल्ला, N माधव राव जो BL मित्तर के स्थान पर थे और श्री TT कृष्णमाचारी जो TP खेतान के स्थान पर थे.
അതായത് 1947 ഓഗസ്റ്റിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ കരട് തയ്യാറാക്കാനുള്ള ചുമതലയോടെ രൂപീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ മസൗദ സമിതി. ഇതിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. KM മുൻഷി, ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു, BL പിത്തറിന് പകരമാണ് അദ്ദേഹം വന്നത്. അതുപോലെ തന്നെ TT കൃഷ്ണമാചാരി, അദ്ദേഹം DP ഖേത്താന് പകരമാണ് വന്നത്. ഇത്രയുമായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ. अक्टूबर 1947 में दूसरे मसौदे के बाद फरवरी 1948 में भारत के संविधान का पहला मसौदा प्रस्तुत किया गया. अंतिम मसौदा 4 नवंबर 1948 को सदन में पेश किया गया था. संविधान सभा द्वारा 26 नवंबर 1949 को मसौदा प्रस्ताव पारित किया गया था. इस प्रकार 26 जनवरी 1949 को लघु नागरिकता, चुनाव, अंतिम संसद आदि से संबंधित कुछ प्रावधानों को छोड़कर संविधान 26 जनवरी 1950 को लागू हुआ. 1947 ഒക്ടോബറിലെ രണ്ടാമത്തെ ഡ്രാഫ്റ്റിന് ശേഷം 1948 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ കരട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു. അന്തിമ ഡ്രാഫ്റ്റ് 1948 നവംബർ 4-ന് സഭയിൽ അവതരിപ്പിച്ചു. ഭരണഘടനാ സഭ 1949 നവംബർ 26-ന് കരട് പ്രമേയം പാസാക്കി. അങ്ങനെ 1949 ജനുവരി 26-ലെ താൽക്കാലിക പൗരത്വം, തിരഞ്ഞെടുപ്പ്, അന്തിമ പാർലമെന്റ് തുടങ്ങിയ വ്യവസ്ഥകൾ ഒഴികെയുള്ള ഭരണഘടന 1950 ജനുവരി 26-ന് പ്രാബല്യത്തിൽ വന്നു. ഇനി ഭാരത് കെ സംവിധാനിൽ രാജ്ഭാഷ സെ സംബന്ധിത് ഭാഗ് 17, അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട ഭാഗം 17. अध्याय 1 संघ की भाषा. अनुच्छेद 120 संसद में प्रयोग की जाने वाली भाषा. 210 विधान मंडल में प्रयोग की जाने वाली भाषा. 343 संघ की राजभाषा. 344 राजभाषा के संबंध में आयोग और संसद की समिति. അതായത് അധ്യായം 1 യൂണിയന്റെ ഭാഷയെ പറ്റിയാണ്. അനുച്ഛേദ് 120 പാർലമെന്റിൽ ഉപയോഗിക്കുന്ന ഭാഷ. 210 നിയമസഭയിൽ ഉപയോഗിക്കുന്ന ഭാഷ. 343 യൂണിയന്റെ ഔദ്യോഗിക ഭാഷ. 344 ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട കമ്മീഷനും പാർലമെന്ററി കമ്മിറ്റിയും. ഇനി അധ്യായ 2 പ്രാദേശിക് ഭാഷയെ. 345 में राज्य की राजभाषा या राजभाषाएं. 346 में एक राज्य और दूसरे राज्य के बीच या किसी राज्य और संघ के बीच पत्र आदि की राजभाषा. 347 में किसी राज्य की जनसंख्या के किसी भाग द्वारा बोली जाने वाली भाषा के संबंध में विशेष उपबंध. അതായത് അധ്യായം 2 പ്രാദേശിക ഭാഷകളെ പറ്റിയാണ്. 345 സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷ അല്ലെങ്കിൽ ഭാഷകൾ. 346 ഒരു സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനവും തമ്മിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനവും യൂണിയനും തമ്മിലോ ആശയവിനിമയം നടത്താനുള്ള ഔദ്യോഗിക ഭാഷ. 347 ഒരു സംസ്ഥാനത്തെ ജനവിഭാഗം സംസാരിക്കുന്ന ഭാഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ. ഇനി അധ്യായത്തിൽ ഉച്ചതം ന്യായാലയ, उच्च न्यायालय आदि की भाषा. ഇതില് 348 उच्चतम न्यायालय और उच्च न्यायालयों में और अधिनियमों, विधेयकों आदि के लिए प्रयोग की जाने वाली भाषा. 349 में भाषा से संबंधित कुछ विधियां अधिनियमित करने के लिए विशेष प्रक्रिया. അധ്യായം 3 സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയുടെ ഭാഷയെ പറ്റിയാണ്. 348 സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിയമങ്ങളിലും ബില്ലുകളിലും മറ്റും ഉപയോഗിക്കേണ്ട ഭാഷ. 349 ഭാഷയുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക നടപടിക്രമങ്ങൾ. ഇനി അധ്യായ 4 വിശേഷ നിർദ്ദേശ. 350 व्यथा के निवारण के लिए अभ्यावेदन में प्रयोग की जाने वाली भाषा. 391 में हिंदी भाषा के विकास के लिए निर्देश. അധ്യായം 4 പ്രത്യേക നിർദ്ദേശങ്ങളെ പറ്റിയാണ്. 350 പരാതികൾ പരിഹരിക്കുന്നതിനുള്ള അപേക്ഷകളിൽ ഉപയോഗിക്കുന്ന ഭാഷ.
351 ഹിന്ദി ഭാഷയുടെ വളർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങൾ. इन्हीं कंक्लूशन आई പറയുമ്പോൾ स्वतंत्रता प्राप्ति के बाद भारतीय संविधान निर्माताओं के सामने सबसे बड़ी कठिनाई थी इस देश की राजभाषा का फैसला करना. भाषा को लेकर भारत जैसे देश में निर्णय लेना बहुत ही संकीर्ण मामला है. राजभाषा निर्णय की प्रक्रिया को जानना वर्तमान संदर्भ में बहुत महत्व रखती है. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണെന്ന് തീരുമാനിക്കുക എന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഭാഷയെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുക എന്നത് വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ്. ഔദ്യോഗിക ഭാഷ തീരുമാന പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരു വീഡിയോയെ പറ്റി പറഞ്ഞല്ലോ, സംവിധാനം എന്ന് പറഞ്ഞ സീരീസിൽ വരുന്ന 7ാമത്തെ വീഡിയോ. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇതെല്ലാം അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് വേണ്ടത്. അപ്പൊ വീഡിയോയും നമ്മൾ ഇപ്പൊ എടുത്ത ഈ ക്ലാസ്സും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് क्वेश्चंस ഒന്ന് വായിച്ചു നോക്കാം. प्रस्तुत कार्यक्रम को देखने के बाद निम्नलिखित सवालों या मुद्दों पर संवाद जरूरी है. राष्ट्रभाषा क्या है? राजभाषा क्या है? राजभाषा की जरूरत क्या है? महात्मा गांधी ने किस भाषा को भारत की राजभाषा या राष्ट्रभाषा माना? हिंदी कैसे भारत की राजभाषा बनी? क्या भारतीय संविधान में राष्ट्रभाषा पर जिक्र हुआ है? हिंदी हमारी राजभाषा है या राष्ट्रभाषा? विशेष समिति का गठन एवं निर्णय. मुंशी अयंगार फॉर्मूला. जिन सदस्यों ने संवाद में भाग लिया उनके नाम, विचार एवं तर्क क्या क्या है? അതായത് രാഷ്ട്രഭാഷ എന്താണ്, രാജഭാഷ എന്താണ്, എന്തുകൊണ്ടാണ് ഔദ്യോഗിക ഭാഷ ആവശ്യമായി വരുന്നത്, ഏത് ഭാഷയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയോ അല്ലെങ്കിൽ രാഷ്ട്രഭാഷയായോ കണക്കാക്കുന്നത്, എങ്ങനെയാണ് ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ അതായത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി മാറിയത്, ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രഭാഷയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ, ഹിന്ദി നമ്മുടെ ഔദ്യോഗിക ഭാഷയാണോ അതോ രാഷ്ട്രഭാഷയാണോ, പ്രത്യേക സമിതിയുടെ രൂപീകരണം, തീരുമാനം, മുൻഷി അയ്യങ്കാർ ഫോർമുല, അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങൾ ആരൊക്കെയാണ്, അവരുടെ പേരുകളും ആശയങ്ങളും വാദങ്ങളും എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നമ്മുടെ സംവിധാനത്തെ പറ്റിയും രാജഭാഷയെ പറ്റിയും ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ സിലബസ് റിലേറ്റഡ് ആയ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അത്രേ